നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, സന്ദീപ് എങ്ങനെ അവളെ കമ്പനി അടിച്ച് വലയം വീഴ്ത്തിയേ? എന്റെ ഗ്ലാമറിന് മുന്നിൽ അവള് തലകുത്തി വീണു. ഇടയ്ക്കിടെയുള്ള ഔട്ടിംഗ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് വിശ്വാസമില്ല, അവളങ്ങനെ വീഴുന്ന കുട്ടിയൊന്നുമല്ല. ആഹാ, എന്നാലേ ഞാൻ ഇപ്പൊ അവളെ ഫോണിൽ വിളിക്കാം, അപ്പൊ വിശ്വസിക്കാം. അയ്യോ, അല്ല അല്ല, ഫോണൊന്നും ചെയ്യണ്ട, എനിക്ക് വിശ്വാസമായി. നിങ്ങളിപ്പോ എന്റെ കോളേജിൽ വെറുതെ വരില്ലല്ലോ. അതാണ് ഇവിടെ മതിയോ അതോ? ആ, മതി മതി. മോനെ സന്ദീപേ, നിന്നെ വിട്ട കാശ് ഞാൻ എന്നെ സ്വിസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നോടാണോ അതിന്റെ കളി? മോളെ അതിരെ, ഇതുപോലെ ഒത്തിരി നമ്പർ കളിച്ചവനായി ഞാൻ. ഇതും ഇതിനപ്പുറം ഈ സന്ദീപ് ചാടിക്കിടക്കും കേട്ടോ. എന്തു പറ്റി സച്ചി? ആകെ ഒരു ക്ഷീണിച്ച അവസ്ഥയാണല്ലോ. നല്ല സുഖമില്ലേ? ചോദിച്ചാൽ മറുപടി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി പോകെ പോകെ സംസാരം കൂടി ഇല്ലാതാകുമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഇന്ന് നേരത്തെ വരാൻ പറ്റിയില്ല. ഓഫീസിൽ കുറച്ചേരം ഇരുന്നു പോയി. സാധാരണ കാണുന്ന പോലെ തന്നെ താഴെ കാണുമെന്ന് കരുതി, പക്ഷെ കണ്ടില്ല. എല്ലാരും ഭക്ഷണം കഴിച്ചോ? താൻ കഴിച്ചോ? ഞാനും ഒന്നും കഴിക്കാതെ വന്നേ. നമുക്കൊന്നിച്ച് കഴിക്കാലോ എന്ന് കരുതി. ഇനി അങ്ങോട്ടെല്ലാം മോഡൽ മാത്രമാണോ മറുപടി? എന്നോട് സംസാരിക്കാതിരിക്കാൻ തനിക്ക് കഴിയുന്നുണ്ടല്ലേ? നന്നായി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഇതാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാളോട് വളരെ മാന്യമായി പ്രതിഷേധിക്കാൻ കഴിയുന്ന നല്ല മാർഗം. അതിലും നല്ലൊരായുധം വേറെയില്ല. ഒരുതരം സൈക്കോളജിക്കൽ റിവെഞ്ച്. തെറ്റെന്റെയാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞിട്ട് പോലും തനിക്ക് എന്നോട് ക്ഷമിക്കാനാവുന്നില്ലല്ലേ? തല്ലിക്കോ താൻ. തനിക്ക് മതിയാവുന്നവരെ തല്ലിക്കോ. എന്നിട്ട് കണ്ണ് പൊട്ടുന്ന തരത്തില് എന്ത് ചീത്ത വേണേലും വിളിച്ചോ. പക്ഷേ എന്നോട് സംസാരിക്കാതെ മാത്രം ഇരിക്കരുത്. അതെനിക്ക് താങ്ങാനാവുന്നില്ല. ചില മുറിവുകൾ തല്ലിയാലും ചീത്ത പറഞ്ഞാലും ഒന്നും മാറില്ല സച്ചേട്ടാ. അതങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും. ആ നീറ്റലിന്റെ വേദന എത്രയാണെന്ന് അനുഭവിച്ചു തന്നെ അറിയണം. വാക്കുകൾ കൊണ്ടുള്ള പ്രഹരം, അതാണ് സഹിക്കാനാവാത്തത്. അത് എവിടേക്കാ കൊള്ളുന്നതെന്നറിയില്ല. അപ്പോ ശരീരമാകവും പുറമൊക്കെ ഒരേപോലെ വേദനിക്കും. ചിലപ്പോ കാലങ്ങൾ എടുത്താലോ ഒന്നും മാറില്ല. ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി നോയിച്ചുകൊണ്ടേയിരിക്കും. അർച്ചന,
ചെയ്തിട്ട് യാതൊരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. തന്റെ വേദനയുടെ ആഴവും അളവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സച്ചേട്ടനൊന്നും മനസ്സിലാവില്ല. മനസ്സിലായെന്ന് സച്ചേട്ടന് മാത്രം തോന്നുന്നതാ. എന്നെ മനസ്സിലായെന്നാണോ അതോ എന്റെ മനസ്സ് മനസ്സിലായെന്നാണോ സച്ചേട്ടൻ ഉദ്ദേശിച്ചത്? ഇത് രണ്ടും ഇത്രയും കാലം സച്ചേട്ടന് മനസ്സിലായിട്ടില്ല എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണോ ഞാൻ എന്റെ മനസ്സ് തനിക്ക് മുന്നിൽ ഒരു ഒളിവും മറവില്ലാതെ തുറന്നു വെച്ചത്? അതും എന്നെ മനസ്സിലാക്കിയിട്ടാണോ സച്ചേട്ടൻ മനസ്സ് തുറന്നത്? അല്ലല്ലോ. സച്ചേട്ടന് വേണ്ടുന്ന ചിലത് എന്നെ ബോധ്യപ്പെടുത്തി അതിലൂടെ സച്ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കാൻ. അതല്ലേ അതിന്റെ ശരി? വാഗ്വാദങ്ങൾ നിறுത്താനോ അത് സ്ഥാപിച്ചെടുക്കാനോ ഞാനില്ല അർച്ചന. എനിക്ക് തന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്ന് തെളിയിച്ചവനാ ഞാൻ. അതൊക്കെ എന്റെ തെറ്റുകളാണോ ശരികളാണോ എന്നൊന്നും എനിക്കറിയില്ല. തെറ്റുകൾ പൂർണ്ണമായും എന്റേതാ സച്ചേട്ടാ. മനസ്സുകൊണ്ട് കൂടെ ജീവിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി സച്ചേട്ടൻ വാങ്ങിവെച്ചത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഞാൻ ഒടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കിപ്പോ ശരീരത്തിൽ ഒരുതരം വല്ലായ്മ തോന്നുന്നുണ്ട്. എന്തോ ഇഴജന്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയതുപോലെ. ഞാൻ അതിനെല്ലാം തന്നോട് ക്ഷമ ചോദിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. എന്നിട്ടും തനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാനൊരു സാധാരണ പെൺകുട്ടിയാ സച്ചേട്ടാ. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാ സച്ചേന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നത്. ഭർത്താവിനെ പറ്റി, വീട്ടുകാരെ പറ്റി, നമ്മുടെ മക്കളെ പറ്റി, അങ്ങനെ എന്തെല്ലാം. ഒരു നിമിഷം കൊണ്ട് ആ സ്വപ്നങ്ങളുടെ ആയുസ് എണ്ണപ്പെട്ട നാളുകളിലേക്ക് ചുരുങ്ങിപ്പോയില്ലേ സച്ചേട്ടാ? എല്ലാ കാര്യങ്ങളും കല്യാണത്തിന് മുമ്പേ തന്നോട് ഞാൻ പറയാൻ ശ്രമിച്ചതല്ലേ? കല്യാണത്തലേന്ന് പോലും തന്നെ രക്ഷിക്കാൻ വേണ്ടി കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും കത്തെഴുതി അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തവനാ ഞാൻ. എന്നിട്ടും താനെന്തിനാ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വളർത്തിയത്? സച്ചിൻ എന്റെ മനസ്സിൽ ഭർത്താവായി നിറഞ്ഞത് കല്യാണത്തിന് ശേഷമൊന്നുമല്ലല്ലോ. സച്ചിന്റെ ഫോട്ടോ കണ്ട നാൾ മുതൽ മനസ്സിൽ പതിഞ്ഞ രൂപമല്ലേ. അതങ്ങനെ വളർന്ന് വളർന്ന് ഞാൻ പോലും പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരത്തില് വളർന്നു പോയി. അതൊക്കെ കുപ്പിവളകൾ പോലെ ഉടച്ചു കളഞ്ഞതും മനസ്സിൽ മാനം മുട്ട വളർത്തിയ ഭർത്താവിന്റെ ഉള്ളിൽ എനിക്കൊരു സ്ഥാനമില്ലെന്നറിഞ്ഞതും നമ്മുടെ ആദ്യ രാത്രിയിലല്ലേ സച്ചേട്ടാ? അന്ന് ആ രാത്രി മുതൽ ഇന്ന് ഈ രാത്രി വരെ എനിക്കൊരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു സച്ചേട്ടാ. എല്ലാം നേരെയാകുമെന്നും സച്ചേട്ടന്റെ ഭാര്യയായി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നും. പക്ഷെ ഇപ്പൊ ആ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.